ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഒരു ഷെയർ കൂടി കാണാം അല്ലേ? അപ്പോൾ ഇവിടത്തേക്ക് ഞാൻ പറഞ്ഞ 2 പേര്, എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും, ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, സ്വാഗതം ചെയ്യാണ്. ഇപ്പം മാളു ഒരു ഹായ് പറഞ്ഞേ, ഇറ്റിമോളെ ഹായ് പറഞ്ഞേ. ഇറ്റിമോളെ കാണില്ലേ ക്യാമറയിൽ? ഹായ് ഹായ്. അപ്പോൾ നമുക്കിപ്പോൾ ഇറ്റിമോളില്ല, ഇറ്റിമോൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത് അവളിവിടെ ഇരുന്ന കരയും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാളു അറിയാതെ തന്നെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കുറേ കോമഡി വീഡിയോസ്, അതായത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മറ്റേ റീൽസിലെല്ലാം കാണുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ വീഡിയോസ്, കുറേ ഒരു 2-3 ടൈപ്പ് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലൈവായിട്ട് ഞാൻ മാളുവിനെ കാണിക്കും. അതായത് അവളിത് വീഡിയോ കണ്ടിട്ടില്ല അല്ലേ, മാളുവിനെ ഞാൻ ഇത് കാണിച്ചിട്ടില്ല വീഡിയോ. അപ്പം ഞാനത് ഇപ്പം ഞാൻ മാളുവിനെ ഞാൻ കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാളുവിൻ്റെ റിയാക്ഷനാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ വീഡിയോ ഓരോന്നായിട്ട് പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി. ഓക്കെ, റെഡി. അപ്പോൾ റെഡി ടു ഗോ. ഇങ്ങനത്തെ നീ കണ്ടല്ല, ഭയങ്കര ഒരു ആക്ടിങ് ആയി പോയിട്ടാ ഗൈസ്. അതൊന്നും ലാസ്റ്റ് ആക്കിയത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആ ക്യാപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു പണിയും ഇല്ലാതിരിക്കുന്ന അക്ഷയ സെന്ററിലെ ചേച്ചി കസ്റ്റമേഴ്സ് വരുന്നത് കണ്ട. ഇത് ചിലപ്പോ ഈ വീഡിയോസ് നിങ്ങൾ എല്ലാരും ചിലപ്പോ കണ്ടിട്ടുള്ളതായിരിക്കും, കുറച്ച് ഓൾഡാ തോന്നല്ലേ? നീ കണ്ടിനല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടില്ല? ഇല്ല. എന്നാ ഞാൻ പ്ലേ ചെയ്യും. വെറുതെ എന്താ പറയാ, ആളെ കണ്ടപ്പോ ആളെ കാണുമ്പോ അല്ലേ, ആളെ കാണുമ്പോ വെറുതെ കമ്പ്യൂട്ടറിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അക്ഷയ് ചേച്ചി, അതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെന്തായിരിക്കും പ്ലേ ചെയ്യട്ടെ. ആരാത്? അമ്മമ്മേ, മനു. എന്റെ കൃഷ്ണ, അമ്മമ്മയുടെ കുട്ടാ, വാ. വീണ്ടും ധരിച്ചോ? നീ അങ്ങ് പൊക്കം വെച്ച ആളായല്ലോടാ. യാത്രയൊക്കെ സുഖമായോ? ഓ, അമ്മമ്മയുടെ ബാലാമണി എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു? ഇവളുടെ പേരെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞു. ആഹാ, വരും നല്ലാതെ എന്ന് ഏത് വണ്ടിക്ക് ഒന്നും നിന്റെ അമ്മ പറഞ്ഞിട്ടില്ല. കുട്ടി, അവന്റെ പെട്ടികളൊക്കെ അതൊക്കെ ഞാൻ എടുത്തോളാം. ആ, വാ. ഭയങ്കര കൊറിയോഗ്രാഫ് ആയി പോയി. ലാസ്റ്റ് പൊറ്റെടുത്തിട്ടോ തിരിച്ചു പോയത് അങ്ങോട്ടേക്ക്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇത് വളരെ ഒരു നല്ലൊരു സംഭവമായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി കണ്ടിട്ടില്ലല്ലോ ഇത് സംഭവം സൂപ്പറാണ്. ഈ വീഡിയോ കാണിച്ചുതരാം. അത് വായിച്ചോ ഫസ്റ്റ്. When my class girls finally decided to dance. അപ്പൊ ഇറ്റിമോള് വീട് തിരിച്ചു വന്നിട്ടുണ്ട്. അമ്മേനെ കാണുന്ന കരയുന്നുണ്ടായിരുന്നു.
ജസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിൽ ഇപ്പൊ ഡാൻസ് അറിയാൻ പറ്റുന്ന കുട്ടികളൊന്നും അല്ലെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോ ഉള്ളൊരു പാട്ടിന് എന്തെങ്കിലും സ്റ്റെപ്പ് ഇട്ടിട്ട് കളിച്ചിട്ട് സംഭവം വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇത് മിക്കവാറും ആള് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ്. ഓക്കെ, ഇത് കണ്ടിട്ടില്ല എന്നാ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. എന്നാ ഓക്കെ, ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ആർക്കും ആരുടെ പകരക്കാരനാവാൻ പറ്റില്ലടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നാത്തിനാ ഭൂമിയിൽ ഇത്ര ഈശ്വരന്മാരെ? ഒരെണ്ണം പോലെ ലാസ്റ്റത്തെ ഒരു അക്കൗണ്ട് ഒരെണ്ണം പോലെ. അപ്പൊ നെക്സ്റ്റ് ആണ് ഇത് മാളു കണ്ടിന് അല്ലേ. പ്രണവ് മോഹൻന്റെ ഡ്യൂപ്പായിട്ട് വന്നത് ചങ്ങായി. എന്നിട്ട് താഴെ നമ്പറും കൊടുത്തിട്ടുണ്ട്, പ്രസാദ് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കണേ. എന്തിനിങ്ങനെ ഓവറാക്കുന്നല്ലേ? അതിൻ്റെ അടുത്ത് വീഡിയോ കുറച്ച് സൂം ആയി പോയിട്ടുണ്ട്. അതിന്റെ ട്രൗസർ എടുക്കാൻ കണ്ടു. മാളു, എന്താ നിന്റെ റിയാക്ഷൻ ഇതിന്റെ ഈ വീഡിയോയില്? ഒന്നും പറയാനില്ല. ഇതുപോലത്തെ കുറെ വീഡിയോസ് ഉണ്ടല്ലേ, ഇതേപോലത്തെ കുറെ എന്നാ പറയാം. അപ്പൊ ഇത്ര പേരുള്ള വീഡിയോസ് എങ്ങനെയുണ്ട് മാളു? നിന്റെ റിയാക്ഷൻ ഇപ്പൊ കണ്ടു. അപ്പൊ ഞാൻ അടുത്ത വീട്ടിലേക്ക് പോവാൻ കഴിച്ചു. ഈ മീശ കാണുമ്പോ എനിക്ക് മറ്റേ ഒരാളില്ലേ, വിനോദല്ല ആര്? അതാ മറ്റേ അറസ്റ്റിലായി പോയത്. അതിന്റെ പേര് മറന്നു. പേര് ഇങ്ങനത്തെ എന്തോ പേര് തന്നെയാണ്, വിനോദല്ല, വേറെന്തോ പേരാണ്. ഇതേപോലെ തന്നെ എന്തെന്ന് മീശ അല്ലേ, കൊതുമ്പ് വെള്ളം പോലെ ഇങ്ങനത്തെ ഒരു മീശ. അപ്പൊ ഇതിന്റെ കമന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ എന്ത് വെച്ചാൽ കോമഡി കമന്റ് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാന്ന് അറിയില്ല, ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു. ഇത്തി വീഡിയോ വാങ്ങിക്കട്ടെ, അടുത്ത വീഡിയോ വാങ്ങിക്കട്ടെ, റിയാക്ഷൻ ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ. ഓക്കെ, മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ, കാതിൽ നിന്ന് ചൊന്നതെല്ലാം നേരാണോ, നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത്. ഇയാള് കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ? അത് വെച്ച് നോക്കുമ്പോ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ മുടി കണ്ടില്ല, മുടി കുത്തമ്പിനെ പോലെ ആക്കി ജസ്റ്റ് നിന്നിട്ട് നോക്കുന്നതേ ഉള്ളൂ. ഇയാള് നോക്കിയാൽ തന്നെ മതി, ഭയങ്കര സംഭവം. നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കി നോക്കാം. നിന്റെ റിയാക്ഷനാണ് എനിക്ക് കാണണ്ടേ, കാരണം ഞാനാന്ന് വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് മീൻസ് ഇവളെ റിയാക്ഷൻ, മാളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ നീ എനിക്ക് ഇതേപോലെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ടൈം ചിലപ്പോൾ എൻ്റെ റിയാക്ഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകും. അപ്പം ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം. குத்திக்கின உன்னோட பேர வலியில குச்சி நீ 10,000 மீற பச்சை குத்திக்கின உன்னோட பேர வலியில குச்சி நீ 10,000 மீற உன்னோட இருக்கணும் உலகத்தை மற
ഇതിനെന്തിനാ ഇത്രയും ഓവർ റിയാക്ഷൻ എടുക്കുന്നു പാട്ടിന്? ഞാൻ പാട്ടിട്ട് പാട്ടിന് എന്തിനാ ഇത്ര ഓവർ റിയാക്ഷൻ എടുക്കുന്നു? ഇതിന്റെ മാത്രമേ വേർഷൻ സംഭവം. ആ ഫിൽറ്റർ ഇട്ടിട്ട് വന്നല്ലേ ഇവിടെ ഇവിടെ എല്ലാം? ഫിൽറ്റർ അല്ല, വായു കൊണ്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ആ പാട്ടിന് ഇത്രയും ഓവർ റിയാക്ഷൻ ഒന്നും കൊടുക്കണ്ട. സാധാരണ സിമ്പിൾ ആക്കി പിന്നെയും രസം ഉണ്ടാവും. അതാണല്ലോ നമ്മളെ എല്ലാരും വീട്ടിൽ എയറിൽ കേൾക്കാൻ കാരണം. ഇറ്റിമോളെ ഹായ്. അപ്പൊ നിനക്ക് ഇപ്പൊ ഈ കണ്ട വീഡിയോസില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ? ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. ഫസ്റ്റത്തെ അന്യം കൊള്ളാം, പിന്നെ ചിരി വരുന്നു. ബാക്കിയല്ലോ പിന്നെ ഉള്ളതൊന്നും ചിരി വരാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് ഓക്കെ. പിന്നെ ഇതോ മുത്തശ്ശി. പിന്നെ ഇതോ ഇത് കൊള്ളോ? അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതൊന്നും വലിയ ശരിയൊന്നും വരുന്നില്ല ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഇതോ അത് ലാസ്റ്റ് നോക്കി. ഈ വീഡിയോ ഫസ്റ്റ് എനിക്ക് വെച്ചപ്പാട് ശരി വന്നു. പിന്നെ ഇതോ ഇതെല്ലാം ഞാൻ കണ്ട വീഡിയോസ് ആണ് ആദ്യമേ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് കാണുന്ന സമയത്ത് അതിന്റെ കുറച്ചൊരു ഇമ്പാക്ട് കുറയും. അപ്പൊ എനിക്കിപ്പോ ഇവളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയാന്നുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. കാരണം എന്ന് വെച്ചാൽ ഇതായിരുന്നു ആളുടെ റിയാക്ഷൻ എന്താന്ന് കാണുമായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോ നീ എനക്ക് തരണം. ഓക്കെ ഓക്കെ എന്നാ ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, നീ വരില്ല. നല്ല കിടുക്കാച്ചി കോമഡി വീഡിയോസ് ഞാൻ ചിരിക്കണം, ചിരിച്ചു പറഞ്ഞിട്ട് മരിക്കണം. എന്ത് പറയുന്നത്? ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്താ ചെയ്യണ്ടേ? എന്നാ ചെയ്യണ്ടേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണ് അടിക്കണം. പിന്നെ അതിനകത്ത് ബെല്ലൈക്കണിൽ ഓള് പിന്നെ വേറെ നമ്മളെ ചാനലിൽ വരുന്ന പേരെന്നടി ലക്കലക്കസ. മുന്നേ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുന്നേ ഇട്ട വീഡിയോ ഒന്ന് ഞാൻ നടന്ന് നിർത്തിയിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും ഇപ്പൊ ഒരു ഫാമിലി ഒക്കെ ആയതുകൊണ്ട് ഫാമിലികളായിട്ട് വന്ന്. ഓക്കെ, അപ്പോ അതിന്റെ പേരാണ് ഇറ്റിമോൾ എന്ന് പറഞ്ഞ ഇറ്റിമോളെ ശരിക്കും പേരെന്നാ? ഹൃത്തീന പേര് കേട്ടോ. അപ്പൊ നമ്മൾ ഇറ്റീന്ന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് നമ്മള് കൊഞ്ച പേര് എന്തെന്ന് പറയാ, നിക്ക് നെയ്മാണ് ഇറ്റി. അപ്പൊ ഇറ്റിമോളിന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഇറ്റിമോളിന്ന് വിളിക്കാം. ഓക്കെ, എന്നേണ്ട അതിന്റെ പേര്. അപ്പൊ ടാറ്റ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ടാറ്റ.